കുറേ ഒരു 7 കിലോമീറ്റർ മുകളിലോട്ട് കയറ്റിയിട്ട് കുഴിച്ച് വന്ന് ഇവിടേക്ക് എത്തി. നിങ്ങൾ കാണുന്ന സമയത്ത് 3 ദിവസം ഒറ്റയ്ക്ക് കാട്ടിന്റെ അകത്ത് പെട്ടുപോയ ഒരു പെൺകുട്ടിയാണ്. അവർക്കൊരു പേടിയുണ്ടായിരുന്നോ കാണുമ്പോ? പേടിയുണ്ടായി. പേടിച്ച് നിൽക്കായിരുന്നോ? നിങ്ങളെ കണ്ടപ്പോ എന്ത് പറഞ്ഞു? ഞങ്ങൾ കണ്ടിട്ടപ്പോ കുറച്ച് സന്തോഷമായി. പിന്നെ കുറച്ച് തിന്നെല്ലാം കൊടുത്തു. ഞമ്മ ബിസ്ക്കറ്റ് എല്ലാം എടുത്തിട്ട് പോയിട്ടുണ്ടായി, എല്ലാം കൊടുത്തു. പിന്നെ അവിടെ നിന്ന് കുറച്ച് മോൾക്ക് കൈ പിടിച്ച് ഞമ്മ മോള് കയറ്റിയത്. ഈ വെള്ള അരുവിന്റെ അടുത്ത്, ചോലേന്റെ അടുത്ത് ഇരിക്കായിരുന്നു അവര്. നിങ്ങളെ ചോലവെള്ളം മാത്രമാണ് അവർ അതുവരെ കുടിച്ചിട്ടുണ്ടാവുക അല്ലേ? അതന്നെ കുടിച്ചത്. നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഫുഡ് അവർക്ക് കൊടുക്കുക ചെയ്ത്? കൊടുത്ത പിന്നെ കുറച്ച് നിർത്തിക്കൊണ്ട് വന്നു മോൾക്ക്. എന്ത് പറഞ്ഞു കണ്ടപാടെ? നിങ്ങളെ ഒരുപാട് സന്തോഷമായി എന്ന് പറഞ്ഞു. നിങ്ങള് മുകളിലെത്തിയതിനു ശേഷമാണോ ഇവരൊക്കെ വിളിച്ചറിയിച്ചത്? അതന്നെ. ഇത് ഞങ്ങൾ ബിസ്ക്കറ്റെല്ലാം ശരണ്യെ രക്ഷിച്ച ആൾക്കാരാണെന്ന് ഇപ്പോൾ ഇതേണക്കുള്ള ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ശരണ്യ എഴുതി ചോദിച്ച സമയത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ തനിക്കുണ്ടെങ്കിൽ അങ്ങനെ പേടിയൊന്നും തോന്നിയില്ല, 3 ദിവസം ഒരേ പ്ലേസിൽ തന്നെയാണ് ഇരുന്നത് എന്നുള്ള രീതിയിലായിരുന്നു ശരണ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതുണ്ടെങ്കിൽ വെളിയിൽ വന്നതിന് ശേഷം കൊണ്ട് ഒരുപാട് പേർക്കൊണ്ട് ഈ ശരണ്യെ ഡൗട്ട് അടിക്കാൻ തുടങ്ങിയത്. എനിക്ക് മനഃപൂർവ്വം ശരണ്യ ചെയ്തതാണോ, 3 ദിവസം ഒരേ സ്പോട്ടിൽ ഇരുട്ടത്ത് ഒരു ലൈറ്റും ഒരു ഫോണും ഒന്നും ഇല്ലാതെ ഇരുന്നിട്ട് ഒരു പേടിയില്ലാതൊക്കെ ഇരുന്നെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വിശ്വസിക്കാൻ പറ്റാത്തതെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേരുണ്ട് ഇതേണക്ക് പറയുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ കൊടും കാട്ടിൽ ഇതേണക്ക് ഇരുട്ടത്ത് 3 ദിവസം ഇരിക്കുന്നു പറഞ്ഞാൽ അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. ശരണ്യടുത്ത് ചോദിച്ചപ്പോൾ ശരണ്യ പറഞ്ഞത് എനിക്ക് ഒന്നിനും പേടിയില്ലെന്നുള്ള രീതിയിലൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. ഇവരടുത്ത് ചോദിക്കുമ്പോൾ ഒരു ചെറുതായിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവരും പറയുന്നത്. പക്ഷേ ഇതുണ്ടെങ്കിൽ വെളിയിൽ ഒരുപാട് പേര് പറയുന്നത് ഇവർ കള്ളം പറയുന്നതാണ്, അല്ലെങ്കിൽ പബ്ലിസിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ അറ്റൻഷൻ സീക്കിന് വേണ്ടി ഇതേണത്തുള്ള കാര്യങ്ങൾ ചെയ്തതെന്നാണ് പറയുന്നത്.